ഓണക്കുട്ടികൾ കണ്ട. ഒരെണ്ണം നമ്മുടെ ടാറ്റയുടെ വലിയ ട്രക്കും ഒരെണ്ണം ഭാരത് ബെൻസിന്റെ ട്രക്കും ഇട്ടാ. ഒരെണ്ണം 55-30S അതുപോലെ തന്നെ ഒരെണ്ണം 55-28 ഇട്ടാ. കണ്ട 28 എന്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ എന്തൊരു വണ്ടിയില്ലേ. ട്രെയിലർ ഇട്ടാ വലിയ വലിയ ചെമ്പ് സാധനങ്ങൾ കൊണ്ടുപോകണ വണ്ടി. ടാറ്റയുടെ ഈ പ്രൈമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? 300 HP ഹെവി മിഷൻ എന്ന് പറഞ്ഞാൽ ഹെവി മിഷൻ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കൊണ്ടുപോകും. അത് മാത്രമല്ല ഇവന്റെ ഈ ഡ്രൈവിംഗ് സുഖം, അതുപോലെ തന്നെ ലോഡ് വെച്ചിട്ട് കൊണ്ടുപോകണ ആ ഒരു സുഖം വേറെ തന്നെയാട്ടാ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടാറ്റയുടെ പ്രൈമ ചൂസ് ചെയ്യുന്നതും. നമുക്ക് വാഹനത്തെ കുറിച്ച് നോക്കുമ്പോൾ മുകളിൽ തന്നെ തുടങ്ങിയാലോ. മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഡ്രൈവർക്ക് നമ്മുടെ ഹിഡൻ ഭാഗത്തു നിന്ന്, അതായത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ എന്ന് പറയണ പോലെ അവിടെ മിററൊക്കെ കാണാൻ സാധിക്കും. വലിയൊരു വിൻസ്ക്രീൻ ഒക്കെ ഉണ്ട്. മുകളിൽ സെന്റ് ആന്റണി എന്ന് എഴുതിയേക്കണാണ്. നമ്മുടെ തൃശ്ശൂരിലുള്ള പുതുക്കാടിലുള്ള സെന്റ് ആന്റണീസ് ഗ്രൂപ്പിന്റെ വെഹിക്കിളാണ് നമുക്കിന്ന് ടെസ്റ്റ് റൈഡിനും അതുപോലെ തന്നെ റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടുകയാണ്. ഇവിടെ നമുക്കൊരു ടാറ്റയുടെ ലോഗോ കാണാം. താഴെ അതിന്റെ ടാറ്റയുടെ ലോഗോ വിത്ത് ഒരു ക്രോം ഫിനിഷ് കാണാൻ സാധിക്കും. പിന്നെ ഒരു വലിയൊരു എയർ ഡാം കാണാം. അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്തുള്ള ഒരു വെഹിക്കിളാട്ടാ. കുറച്ച് ഹെവി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. കണ്ട കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ ഞാനൊക്കെ കാണിച്ചു തരാം. അത് മാത്രമല്ല നമുക്കൊരു കിഡിലൻ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് വിത്ത് LED DRL. അതിൻ്റെ താഴെ ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ലൈറ്റും കയറ്റിയിട്ടുണ്ട്. ഈ ബമ്പറുകളെല്ലാം മെറ്റലാണ് വരുന്നത്. അതിൻ്റെ താഴെയും ഒരു എയർ കട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞുള്ള ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ്. ഈ ഒരു ഭാഗത്തും ഒരു എയർ കട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കോ ഡ്രൈവർ ഭാഗത്തേക്ക് വരുമ്പോഴും ഡ്രൈവർ ഭാഗത്തേക്ക് വരുമ്പോൾ മിറേഴ്സ് കാണാൻ സാധിക്കും. ഈ മിറേഴ്സ് എല്ലാം വളരെ ലൈറ്റ് ആയിട്ടാണ് ചെയ്തേക്കണേ. ഇതിനു മുമ്പുള്ള പ്രൈമയിൽ ചെയ്തേക്കുന്ന പോലത്തെ മിറേഴ്സ് അല്ല. പിന്നെ ഈ വാഹനം കാണുമ്പോണ്ടല്ലോ നല്ലൊരു വലിയൊരു ആനക്കുട്ടീനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കണ പോലെ കേട്ടാ. നമുക്ക് ടയറിന്റെ സൈസ് നോക്കുമ്പോൾ R20 ടയറിന്റെ സൈസുകളൊക്കെയാണ് വരുന്നത്. വലിയൊരു മെറ്റൽ റിമൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു ട്രെയിലറിന്റെ ഭാഗം തുടങ്ങുന്ന ഒരു ഭാഗം കേട്ടാ. ഇവിടെ ഹൈഡ്രോളിക്കിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ടിപ്പർ പൊക്കാനുള്ളത്. ഈ വാഹനത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇവന്റെ എഞ്ചിൻ നോയ്സ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാക്കിലത്തെ ആ ഒരു ഭാഗമൊക്കെ നോക്കിയേ. ഇതിന്റെ ടിപ്പറുകളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ബാക്കിലത്തെ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു ഗ്രൂപ്പാട്ടാ. ബിസ്ലാപ്പൂരിലുള്ള ആ ഒരു കമ്പനിയാണ് ഇത് ചെയ്തേക്കണേ. എങ്ങനെയുണ്ട്? ഹെവി വണ്ടി എന്ന് പറഞ്ഞാൽ ഹെവി വണ്ടിയാണ്. ഇനി നമുക്ക് ഓവർലോഡായിട്ട് കൊണ്ടുപോയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്രയും വലിയ വാഹനം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം മാക്സിമം ലോഡും കൊണ്ട് നമുക്ക് ഇതിൽ പോകാൻ സാധിക്കട്ടാ. ആ ബാക്കിലത്തെ ബോഡിയുടെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയുണ്ട്. ബാക്കിൽ LED ബ്രേക്ക് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നൈലോൺ ടയേഴ്സ് ആട്ടാ നമ്മുടെ ബാക്കിലത്തെ ആ ഒരു ട്രെയിലറിന് വരുന്നത്. പിന്നെ ഈ ട്രെയിലർ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റിയുള്ള ഫ്രണ്ടിൽ 2 ലെഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡിസ്പാച്ച് ചെയ്താൽ മതി. ബാക്കിലത്തെ ടയറുകളിലൊക്കെ ആ സൈസ് നോക്കിയേ. എന്തുട്ടല്ല കല്ലം വണ്ടി എന്ന് വേണമെങ്കിൽ വിളിക്കാം, മസ്തിൽ വണ്ടി എന്ന് വേണമെങ്കിൽ വിളിക്കാട്ടാ. ചില്ലായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. ഈ വാഹനത്തിന്റെ പേര് ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? 55-30S എന്ന് പറഞ്ഞത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. അതിൽ 55 എന്ന് പറയുന്നത് 55 ടൺ ഗ്രോസ് ടണ്ണാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 30 എന്ന് പറയുന്നത് നമുക്ക് 300 HP പവർ ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഡെഫ് ടാങ്ക് ഒക്കെ കാണാൻ പറ്റും. അതായത് ആഡ് ബ്ലൂവിന്റെ ടാങ്ക് കാണാം. റൈറ്റ് സൈഡിൽ നമുക്കും ലെഫ്റ്റ് സൈഡിലും ഡീസൽ ടാങ്ക് അവൈലബിൾ ആണ്. 165 ലിറ്ററിന്റെ 2 ഡീസൽ ടാങ്ക് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇവിടെ ക്യാബിനിൽ നിന്ന് വരുന്ന മറ്റേ ലൈറ്റിന്റെ അതുപോലെ തന്നെ ഈ ബാക്കിലത്തെ ട്രെയിലർ പൊക്കമുള്ള ഹൈഡ്രോളിക്കിന്റെ എല്ലാ വയറുകളും ഇവിടെ കണക്ട് ചെയ്തിട്ടേക്കണം കാണാം ട്രെയിലറിൽ. അത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് നമ്മളിപ്പോൾ നോക്കുന്നത് ടാറ്റ പ്രൈമ 55-30.S ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ് നമ്മളിപ്പോൾ നോക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? ഈ ഒരു ഭാഗമൊക്കെ നോക്കി. നമ്മുടെ ക്യാബിനിലേക്ക് കയറണമെങ്കിൽ 3 സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. ഇവിടെ കമ്പനിയായിട്ട് തന്നെ ഫ്ലാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ചാവിയാണ് വാഹനം മൊത്തം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ചാവി വരുന്നത്. ഡോറൊക്കെ ഇതിന് മുമ്പുള്ള പ്രൈമയിൽ യൂസ് ചെയ്തിട്ടുള്ള അതേ ഹാൻഡിലാണ് നമുക്ക് വരുന്നത്. ഇവിടെ 90 ഡിഗ്രിയാണ് ഏകദേശം ഈ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാട്ടാ. ആ ഒരു ഡോറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ നന്നായിട്ടുണ്ട്. 2 ലൈറ്റ് വരുന്നുണ്ട്. ഒരു റെഡ് ലൈറ്റും പിന്നെ താഴേക്കുള്ള നോർമൽ രാത്രിയൊക്കെയാണ് തുറക്കണമെങ്കിൽ ആ രീതിക്കും. ഗംഭീര ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഹൈറ്റ് ആട്ടാ. ഇതിലേക്ക് കയറാൻ വേണം ഒരു പ്രത്യേക കഴിവ്, അല്ലെങ്കിൽ നമ്മൾ തെന്നിയൊക്കെ നിലത്ത് കിടക്കൂട്ടാ. അപ്പോൾ നമുക്കൊന്ന് കയറി വെക്കാമല്ലോ അകത്തേക്ക്. എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ട് തന്നെ മാക്സിമം ഇൻറ്റീരിയർ കാഴ്ചകളും നിങ്ങൾക്ക് പറ്റാവുന്ന ഫീച്ചേഴ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ അകത്ത് കയറിയിട്ട്. ഇവിടെ നമുക്ക് ബാക്കിലത്തെ ട്രെയിലർ പൊക്കാനുള്ള ഒരു സ്വിച്ചാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് കേട്ടോ. എൻ്റെ മോനെ, എൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോഴുള്ള ആ ഒരു സുഖം ഉണ്ടല്ലോ, ആ പവർ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടാ. നമ്മൾ വണ്ടിയുടെ അകത്താണ് ഇരിക്കണത്. വണ്ടിയുടെ ഉള്ളൊക്കെ നോക്കുക എന്തൊക്കെയുണ്ട് സെറ്റപ്പ് എന്ന്. ആദ്യ സംഭവം കേട്ടാ. വണ്ടിയുടെ അകത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി കേട്ടാ. ഗൈസ്, അങ്ങനെ വാഹനത്തിന്റെ ഡോർ അടച്ചിട്ട് നമുക്കൊന്ന് ഓണാക്കി വെക്കലോ. സ്റ്റീറിംഗ് ഒക്കെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയുണ്ട്. ഇതിന് മുമ്പുള്ള ടാറ്റ പ്രൈമറിലുള്ള സെയിം ക്ലസ്റ്ററും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ അകത്ത്
നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഞാൻ എന്തൊക്കെയാണെന്ന് ഓരോന്ന് പറഞ്ഞുതരാം. റൈറ്റ് സൈഡിൽ കാണുന്നത് ഡെഫിൻ്റെ അളവാട്ടോ, അതായത് ആഡ് ബ്ലൂവിൻ്റെ അളവാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു കുറവായിട്ട് നമുക്ക് കാണുന്ന ഒരു മീറ്ററില്ലേ. വണ്ടി ഒന്ന് ഓണാക്കി വെക്കാമല്ലോ ഗൈസ്. ക്യാബിൻ്റെ അകത്തൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇൻസുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ യാതൊരു വക സൗണ്ട് പുറത്തത്തെ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ അത് മാത്രമല്ല ഫ്യൂവലിൻ്റെ ഒരു നമുക്ക് ഐറ്റം കാണാൻ സാധിക്കും. ക്ലസ്റ്ററിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കാണിക്കും, RPM മീറ്റർ, പിന്നെ എന്തോരം ഡെഫിൻ്റെ അളവ്, ഇതെല്ലാം നമുക്ക് ആ ഒരു ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഗിയർ കേട്ടോ. 9+1 ആണ് ഗിയർ വരുന്നത്. പിന്നെ നമ്മുടെ ദൈവത്തിൻ്റെ രൂപമൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ താഴെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സംവിധാനം വരുന്നുണ്ട്. AC അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കൂട്ടിയൊക്കെ ഇടുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്രൈവേഴ്സിനും ആ ഒരു ഇത് വേണ്ട, അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നിലേക്ക് സെറ്റാവും, അത്രയും ചൂടല്ലേ. ഇവിടെ കുറേ സ്വിച്ചുകൾ കാണാൻ സാധിക്കും. അതിൽ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്, ABSൻ്റെ കൺട്രോൾ ഉണ്ട്, ഹസാർഡ് ഉണ്ട്. പിന്നെ 3 ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റ്, മീഡിയം, ഹെവി എന്നുള്ള ഒരു സ്വിച്ചുകൾ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രൈമ എന്നുള്ളൊരു ലോഗോ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ആ ഒരു ഭാഗം ഫുൾ ക്യാബിൻ ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ ഗിയറിൻ്റെ ഒരു കൺട്രോളും കാര്യങ്ങളും കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തേക്കണം. പക്ക ഒരു ലക്ഷറി വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ സാധിക്കട്ടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ കാര്യങ്ങളും കൺട്രോൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ എമർജൻസി സ്വിച്ച്, ഹെൽപ്പ്, ഇതൊക്കെ കാണാൻ സാധിക്കും നമുക്ക്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ആംഗിൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു 4-5 AC വെൻറ്റുകൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൊത്തം കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഒരു ഫയർ എക്സ്റ്റിങ്ഷർ വെച്ചിട്ടുണ്ട്. സെൻറ്റ് ആൻ്റണി എന്നുള്ള ഒരു സ്റ്റിക്കർ നമുക്കൊരു കിടിലനായിട്ട് അകത്തുനിന്ന് വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്. ഇത് മാത്രമല്ല മുകളിൽ ഒരു കുറച്ച് സ്റ്റോറേജ് സ്പേസുകളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഗിയർ ഇടാനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഫസ്റ്റ് ഗിയർ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ വെച്ചാൽ പാറമടയിലൊന്നും നമ്മൾ എന്താ പറയുക താഴേക്കൊക്കെ പോയിട്ട് ഫസ്റ്റ് ഇട്ടിട്ട് കയറി വരേണ്ട ആവശ്യമില്ലല്ലോ, ഇത്രയും വലിയ ട്രെയിലറല്ലേ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഗിയർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓണാവണമെങ്കിൽ എക്സ്ട്രാ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താഴ്ഭാഗത്തേക്ക് നമ്മുടെ ബാറ്ററിയുടെ മെയിൻ ആ ഒരു കറണ്ട് കട്ടാക്കാനുള്ള സ്വിച്ചും താഴെയുണ്ട്. ഇവിടെ നമ്മുടെ കോ ഡ്രൈവർക്ക് വേണമെങ്കിൽ വിശ്രമിക്കാം, എവിടെയെങ്കിലൊക്കെ കിടക്കുകയാണെങ്കിൽ. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത്തിരി ഫ്രീക്ക് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതൊക്കെ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് കസ്റ്റമർ. ചെമ്പായിട്ടുണ്ട്, അടിപൊളിയായിട്ടില്ലേ സംഭവം. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലാണ്. സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പഴം പോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നോർമൽ നമ്മുടെ വൈപ്പറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കും അവിടെ. പിന്നെ ഇൻഡിക്കേറ്റർ, ഇതാണ് മെയിനായിട്ട്. പിന്നെ നോർമൽ യൂണിവേഴ്സൽ ഹോണും വരുന്നുണ്ട് ഈ വാഹനത്തിൽ. അഡീഷണൽ ആയിട്ട് ഹോൺ കയറ്റുന്നവർക്ക് അങ്ങനെയും കയറ്റാം. ഇതാണ് ബാക്കിലേക്കുള്ള ഒരു വ്യൂ ഈ മിറർ വഴി. ചെമ്പായിട്ടില്ലേ, എന്തിട്ടാ വണ്ടിയില്ലേ. ഹൈവേ കൂടൊക്കെ പോകുമ്പോഴായിട്ട് ഇതിൻ്റെ ആ പവർ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ നോർമലായിട്ട് നമ്മുടെ താഴെ ക്ലച്ച്, ബ്രേക്ക്, ആക്സലറേഷൻ, ഇതാണ് ഹാൻഡ് ബ്രേക്ക്. ഇവിടെ നമ്മുടെ എക്സ്ട്രാ ചാർജിങ്ങിൻ്റെ ഒരു പ്ലഗ് നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊളിച്ചിട്ടില്ലേ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ട്. എത്രയും വലിയ ട്രെയിലർ ഓടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരു വെയിലടിക്കാണ്ടിരിക്കാനുള്ള ഷീൽഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. കമ്പനി ഫിക്സഡ് ആയിട്ടാണ് ഇത്. നമ്മുടെ കോ ഡ്രൈവർക്കും ഈ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ. അടിപൊളിയായില്ലേ. പവർ വിൻഡോസ് അല്ല വരുന്നത്, നോർമൽ ആ ഒരു കണ്ടാവും വൈൻഡിങ് മിറേഴ്സ് ആണ് വരുന്നത്. നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം. പിന്നെ ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ട് മിററുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് വാഹനം ഹാൻഡിൽ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും. നമുക്കൊന്ന് ഇറങ്ങിയിട്ടുള്ള ചെക്കൻ്റെ ഓവറോൾ ലുക്ക് നോക്കിയാലോ. ഇറങ്ങണമെങ്കിൽ ഒരു പണിയാട്ടോ. ചാടി ഇറങ്ങി കഴിഞ്ഞാൽ മുട്ട് പോയിന്ന് കൂട്ടിയാൽ മതി. ജാതി ഹൈറ്റിൽ നമ്മൾ നിൽക്കണേ. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഇറങ്ങിയിട്ട് വേണം താഴേക്ക് ഇറങ്ങാനായിട്ട്. ഇവിടെ നിന്നിട്ട് നമ്മുടെ ബാക്കിലത്തെ ട്രെയിലറിൻ്റെ വ്യൂ നോക്കി എന്തിട്ട് ഹൈറ്റിൽ നിൽക്കണല്ലേ നമ്മള്. അപ്പുറത്ത് കിടക്കുന്നത് ഭാരത് ബെൻസ് ആട്ടാ. ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ള ഇൻട്രൊഡക്ഷനിൽ. അപ്പോൾ നമുക്ക് നിലത്തേക്ക് ഇറങ്ങിയാലോ. ഇനി സ്റ്റിയറിംഗ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആട്ടാ. അപ്പോൾ നമുക്ക് ഇറങ്ങാട്ടാ. ഈശോയെ രക്ഷിക്കണേട്ടാ നമ്മള് ഇറങ്ങാണ്. അടിപൊളിയുണ്ടല്ലേ ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മുടെ ഒരു ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. റെഡും നോർമലായിട്ടുള്ള ആ ഒരു ഗോൾഡൻ ലൈറ്റും വരുന്നുണ്ട്, വാം ലൈറ്റ്. ഡോറൊക്കെ അടയ്ക്കുമ്പോൾ ജാതി പവറിലായിട്ട് അടയണേ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടെ ഇൻഡിക്കേറ്ററൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും പുതിയ ടാറ്റയുടെ 5530.S എന്നുള്ള ഏറ്റവും പുതിയ വെഹിക്കിൾ കേട്ടോ. നമ്മുടെ തൃശ്ശൂരിലുള്ള സെൻറ്റ് ആൻ്റണി ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ ഈ വാഹനം റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കൂടുതൽ ആൾക്കാർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യണേ.